ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനടിയിൽ എങ്ങനെയായിരിക്കും ആദ്യം പോയി കമന്റ്സ് പോയി വായിക്കും. എന്നിട്ടാണ് ഇതിങ്ങനെയാണ് ആ ഭൂരിഭാഗം കമന്റ്സിനനുസരിച്ചായിരിക്കും നമ്മൾ ആ വീഡിയോ വിലയിരുത്തും. അങ്ങനെയുള്ള ഒരു കുട്ടി പിന്നീട് ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവളുടെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നത് ലേറ്റർ ഓൺ ലൈഫിൽ അവൾ ചെരുപ്പുകൾ വാങ്ങിച്ചു കൂട്ടുക. നമ്മളെല്ലാം ഭയങ്കര പബ്ലിക് ആക്കുവാണ് കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ വരുന്നതോടെ നഷ്ടപ്പെടുന്ന ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, പ്രൈവസി ഉണ്ട്. അതും കുട്ടികളെ എഫക്ട് ചെയ്യല്ലേ നന്നായിട്ട്. ഇപ്പോൾ ഒരു ഹരമായേക്കുക, നമ്മളെല്ലാവർക്കും വാട്സാപ്പിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നു. ചിലപ്പോഴൊക്കെ ആയാലും അതൊരു നമ്മളൊരു ശല്യമായി തീരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിവേകമുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ വിവേകമുള്ളവരായി നാം മാറുന്നു. ഒപ്പത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗ്രേസ് സിസ്റ്ററെ സ്വാഗതം. താങ്ക് യു. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ബെനഫിഷ്യലും ആണല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് സുഗമമായിട്ട് നടത്തുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ് എല്ലാം സെൻഡ് ചെയ്യാനൊക്കെയുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയെ വിവരങ്ങൾ അപ്പോൾ അറിയിക്കുന്നു. അതിനൊക്കെയുള്ള നല്ല മേഖലയായിട്ടും ഉപയോഗിക്കാം. പക്ഷെ അതൊരു അഡിക്റ്റീവ് നേച്ചറിലേക്കും കൂടെ നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കിട്ടുന്ന കമൻസ്, എത്ര ലൈക്ക് കിട്ടുന്നു, അല്ലെ എൻ്റെ സ്റ്റാറ്റസ് എത്ര പേര് നോക്കി എന്നുള്ളതിൽ അതങ്ങനെ വന്നോ എന്നൊക്കെ ഉള്ളതാണല്ലോ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടുക. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വന്നു കഴിയുമ്പോൾ മറ്റു പല കാര്യങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം, ഡോപ്പമിൻ. അപ്പോൾ നമുക്ക് ആ റിവാർഡ് കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാവോ, പിക്ചേഴ്സായിട്ടോ. അല്ല നമ്മളിപ്പോൾ ഒരിടത്ത് യാത്ര പോകുന്നൊരു ഫാമിലി, അപ്പോൾ ആ പിക്ചേഴ്സ് എല്ലാം നമ്മൾ സ്റ്റാറ്റസിൽ ഇടണോ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, നിരന്തരമായിട്ട് നമ്മുടെ ലൈക്സ് കമൻറ്റ്സ് കിട്ടിയില്ലെങ്കിലുള്ള നമ്മുടെ ബിഹേവിയർ എന്താ? നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ നമുക്ക് ലൈക്ക് ചെയ്തില്ല, അല്ലെ അത് നമ്മുടെ സ്റ്റാറ്റസ് കണ്ടില്ല, അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ഇമോഷൻ. അപ്പോൾ ആ ഇമോഷൻ പലപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. പലപ്പോഴും എന്നെ പരിഗണിച്ചില്ല, എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് കണ്ടിട്ട് ഒരു അപ്രീസിയേഷൻ തന്നില്ല, ലൈക്ക് അടിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഇമോജി സെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനൊരു കമന്റ് ലൈക്ക് തന്നില്ല എന്നുള്ളത് ഉണ്ടാക്കുന്ന ഇമോഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ആളിനെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രതികരണം കാണിക്കും, അല്ലേ? അത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും പറയുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടത് ഒരു അംഗീകാരമല്ലേ? അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്കൊരു നമ്മളെ പരിഗണന കിട്ടാനായിട്ടും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടൂടെ സോഷ്യൽ മീഡിയ മാറുമ്പോൾ ലൈക്സ് കമൻറ്റ്സ് ഒക്കെ കിട്ടാം, അതിൻ്റെ എണ്ണം അത് കിട്ടിയില്ലെങ്കിൽ നമുക്കുള്ള ഇമോഷൻസ് നെഗറ്റീവ് ആവുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് എവിടെയോ ഇത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ തേടുന്നത്. അതാണല്ലോ ഈ നിരന്തരമായ സ്ക്രോളിങ്, ചെക്കിങ് ഒക്കെ, അല്ലെ? അത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ, എപ്പോഴും നോക്കാനുള്ള ടെൻഡൻസിയിലേക്ക്. അപ്പം അത് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണോ, എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടോ, എനിക്ക് കംഫർട്ടബിൾ ആണോ, എനിക്ക് ആ ഉണ്ടാകുന്ന ആ ഒരു ഏർജിനെ, ആ ഒരു കമ്പൾസീവായിട്ടുള്ള തോന്നുന്ന ആ ഒരു ഏർജിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെന്നല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്കിപ്പോൾ നോക്കിയേ പറ്റൂ, കമ്പൾഷനാണ് ഉണ്ടാവുന്നത്, ഏർജിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അഡിക്ഷൻ്റെ ഒരു മേഖലയാണെന്ന് പറയാം. ഇനിയും നമുക്കിങ്ങനെയൊന്നും കിട്ടുന്നില്ലാത്തതിൻ്റെ ഒരു റൂട്ട് അന്വേഷിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ കൗൺസിലിങ്ങിൽ വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട്,
മൂത്ത കുട്ടിയെ പലപ്പോഴും പറയും അനിയനോടാ കൂടുതൽ സ്നേഹം, അപ്പയ്ക്ക് അനിയനെ ഇഷ്ടം, അമ്മയ്ക്കും അവനോട് ഇഷ്ടം, എല്ലാവരും അവനെയാ സ്നേഹിക്കുന്നത്, അവളെയാ സ്നേഹിക്കുന്നത്, എന്നോട് ആർക്കും സ്നേഹമില്ല എന്ന് കുട്ടികൾ ചിലപ്പോൾ പരാതിപ്പെടാറുണ്ട്. പേരൻസ് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ അങ്ങനെ പരാതിപ്പെടുന്നത്. അപ്പൊ അവര് മനഃപൂർവ്വം അറിഞ്ഞൊന്നും ചെയ്യുന്ന കാര്യമായിരിക്കില്ലെങ്കിൽ കൂടിയും ഈ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് നമ്മളത് എങ്ങനെയാണ് ആ കുട്ടിയുടെ ആ ഒരു ഇമോഷനെ നമ്മൾ വില കൊടുത്ത് ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കണമെന്ന് ചിന്തിക്കണം. അപ്പൊ നമുക്ക് വില കിട്ടാതെയോ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെടാതെയോ നമുക്കൊരു പരിഗണന കിട്ടാതെയോ നമ്മൾ വളരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ഒരു ലൈക്ക്, കമന്റ്, അംഗീകാരം കിട്ടാൻ, ഒരു പ്രോത്സാഹനം കിട്ടാൻ, നമുക്ക് ലൈക്ക് കിട്ടാൻ ഒക്കെ നമ്മൾ വളരെയധികം ആഗ്രഹിക്കത്തില്ലേ. ഇനി നമുക്ക് പേരൻസിന് എപ്പോഴും ഒരു റോൾ മോഡൽ ആവേണ്ട ഒരു മേഖലയാണിത്. ഇപ്പോൾ പേരൻസ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്വാളിറ്റി ടൈമോ അല്ലെങ്കിൽ നല്ല ഒരു വാലിഡേറ്റ് ചെയ്തുള്ള സംസാരമോ കുട്ടികളെ കേൾക്കുന്ന ശീലമോ ഒന്നും ഇല്ലാതെ ഫോണിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളോട് ഫോണിന്റെ ഉപയോഗം പരിമിതമാക്കണമെന്നോ ഒരു ടൈമിൽ ഉപയോഗിക്കണമെന്നോ ഒക്കെ പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം വളരെ യങ് ആയിട്ടുള്ള പേരൻസ് അല്ലെ സോഷ്യൽ മീഡിയ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന പേരൻസ് പലപ്പോഴും കുട്ടികളുടെ തന്നെ ആയിരിക്കണം എന്നില്ല, അവരുടെ ചുറ്റുപാടുമുള്ളവരുടെ പ്രൈവസി പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുട്ടികളുടെയാണ്. കുട്ടികൾക്ക് അവർക്കൊരു ബോധമാകാത്ത പ്രായത്തിൽ അവരുടെ ഫോട്ടോസ് എടുത്തിടുക, അവരുടെ ഒരു അതുപോലെ തന്നെ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു ഷൈനസ് ഉണ്ടാവും. പെട്ടെന്നൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാനും അവരൊരു ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു പ്രായമാണത്. അപ്പൊ അതിനെ ഒന്നും മാനിക്കാതെ നമ്മളെല്ലാം ഭയങ്കര പബ്ലിക് ആക്കുവാണ് കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ വരുന്നതോടെ നഷ്ടപ്പെടുന്ന ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, പ്രൈവസി ഉണ്ട്. അതും കുട്ടികളെ എഫക്ട് ചെയ്യല്ലേ നന്നായിട്ട്. ഉണ്ട്. കുട്ടികളോട് നമ്മൾ പലപ്പോഴും അനുവാദം ചോദിക്കാറില്ല അവരുടെ പിക്ചേഴ്സ് ഇടാൻ. ഒരു അഡൾട്ടാ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതങ്ങ് ചെയ്യുക. അല്ലെ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഒരു ബാപ്റ്റിസത്തിൽ പങ്കെടുത്തു, അപ്പൊ നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല അവിടെ നിൽക്കുന്ന ആരും നമ്മുടെ ഫോട്ടോ എടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു റാസയെ പങ്കെടുക്കുന്നു, അപ്പൊ നമ്മളുടെ അവിടെ നിൽക്കുന്ന എല്ലാവരും മൊബൈലിലാ പോകുന്ന അവരുടെ. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ സാധാരണ നമുക്ക് അനുവാദം കൂടാതെ നമ്മൾ പറയുന്ന ഒരു ക്ലാസ് പോലും റെക്കോർഡ് ചെയ്യാനായിട്ട് വിദേശത്തൊന്നും അനുവാദം ഇല്ല. പക്ഷെ നമ്മുടെ ഈ കൾച്ചറിൽ നമ്മൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യും. നമ്മുടെ അനുവാദം ഇല്ല, റെക്കോർഡ് ചെയ്യുവാന്ന് പറയത്തില്ല. അല്ലെ നമ്മുടെ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അനുവാദത്തോടെ അല്ലല്ലോ അവിടെ ഇരിക്കുമ്പോൾ നമ്മളത് അക്സെപ്റ്റബിൾ ആണെന്ന് ഓർത്ത് അങ്ങ് എടുത്തേക്കുക. അത് പിന്നെ ഫേസ്ബുക്കിലും പബ്ലിക് പ്രൊഫൈൽ എല്ലായിടത്തും അത് ഉപയോഗിക്കാറുണ്ട്. സിസ്റ്ററെ, നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു വിവേകം, സോഷ്യൽ മീഡിയ ലിറ്ററസി വേണമെന്ന് സിസ്റ്ററിന് തോന്നിയിട്ടുണ്ട്? എനിക്ക് ഒരു പ്രാവശ്യം തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്കൊരാള് മെസ്സേജ് അയക്കുന്നു, അപ്പൊ ആ ആളെ ടച്ച് ചെയ്തൊരു മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്. ആ ആളിന് ആ ഇമോഷണൽ സ്റ്റേറ്റിലായിരുന്നപ്പോൾ അത് ഭയങ്കര ടച്ചി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് ആ ഫീൽ ചെയ്തത് എൻ്റെ ഒരു അവസ്ഥ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്ദേശം, ഞാനിപ്പോൾ ലിനറ്റിന് അയച്ചു തന്നു കഴിഞ്ഞാൽ ലിനറ്റിന് അത് സ്പർശിക്കപ്പെടണമെന്നില്ല. പക്ഷെ ഞാനത് 10 പേർക്ക് എനിക്ക് ടച്ച് ചെയ്ത ഒരു കോട്ടങ്ങ് അയച്ചു തരുമോ. അപ്പൊ അത് അയക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം അവർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹരമായേക്കുക, നമ്മളെല്ലാവർക്കും വാട്സാപ്പിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നു. അതൊരു ചിലപ്പോഴൊക്കെ അതൊരു എന്താ പറയണ്ട ഒരു ശല്യമൊക്കെ ആകാം. നമ്മളൊരു ശല്യമായി തീരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇനി അത് കണ്ടില്ല, നമ്മളതിനൊരു മറുപടി അയച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളോട് എന്തായിരിക്കും തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അവരോട് എന്തായിരിക്കും തോന്നുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ചില ശീലങ്ങൾ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരോടും നമുക്ക് ഒരുപോലുള്ള ഒരു ബന്ധമായിരിക്കുകയല്ല, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുകയല്ലോ, അല്ലേ? അല്ല, അടുപ്പമുള്ളവരുണ്ടാവും. ചിലപ്പം ഈ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആക്കി എല്ലാവരെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ലായിരിക്കും. അത് ഇറ്റ് ഡിപ്പെൻസ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ ചിലപ്പോൾ അത് കുറച്ചുകൂടെ ജോലി തിരക്കില്ലാത്തവർക്കായിരിക്കും പറ്റുന്നത്. ചിലപ്പോൾ ചിലർ അറ്റാച്ച്മെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും ചെയ്യുന്നത്. പല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ അവിവേകം, ഈ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ നമ്മളത് മെൻഷൻ ചെയ്തായിരുന്നു. നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നു, എല്ലാം മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുന്നു, അനുവാദം കൂടാതെ ഫോട്ടോസ് എടുക്കുന്നു, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, അതിന് കമന്റ്സ് ഇടുന്നു. അപ്പോൾ ഒരു ഡിസ്റെസ്പെക്റ്റ് ഉള്ള ഒരു കാര്യം കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ലിറ്ററസിയുടെ കുറവ്. അത് എന്തും ആർക്കും ചെയ്യാം, എന്തും ആർക്കും റെക്കോർഡ് ചെയ്യാം, എവിടെയും പോസ്റ്റ് ചെയ്യാം, ആരുടെയും പിക്ചേഴ്സ് എടുക്കാം. അതൊക്കെ റെസ്പെക്ട്ഫുൾ അല്ല. മറ്റുള്ളവരുടെ ബൗണ്ടറിയെ ലംഘിക്കുക, നമ്മൾ മാനിക്കുന്നില്ല. അവരുടെ അനുവാദത്തോടെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പൊ മറ്റൊരാളുടെ ഫോട്ടോ എടുക്കണേ ഞാൻ അനുവാദം ചോദിക്കാം,
അത് ഞാൻ പോസ്റ്റ് ചെയ്യണമല്ലോ, അതും വേണം. ഒരു ആക്സിഡന്റിന്റെ സ്ഥലത്ത് ചിലർ സെൽഫി എടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഈ വളരെയധികം ഇമോഷണൽ ആയിട്ട് സാഡായിട്ടിരിക്കുന്ന ഒരു കാര്യം, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സ്വയം മറന്ന് സെൽഫി എടുക്കുന്നു, അത് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്നു. ചില റിസ്കി ബിഹേവിയേഴ്സ്, ചില ടീനേജേഴ്സ് വണ്ടിയുടെ ഒക്കെ പുറകെ വരുന്ന ബസ്, പുറകിലുള്ള വണ്ടിയുടെ ഡോറൊക്കെ തുറന്ന് അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ ചിലതൊക്കെ റോഡിലൊക്കെ കാണാനിടയായിട്ടുണ്ട്. അവിടെ നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് നോക്കാതെയും മറ്റുള്ളവരെ പരിഗണിക്കാതെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കാത്തതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും അത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുമല്ലേ. അത് ബഹുമാനം കൊടുക്കേണ്ടതിനെ കുറിച്ചുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത നോക്കാതെ അത് എത്രമാത്രം റിലയബിൾ അല്ലെ വിശ്വസനീയമാണ്, ട്രസ്റ്റ് വർത്തി ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളത് വായിക്കുന്നു, നമ്മളത് കുറേ പേർക്ക് അങ്ങ് സെൻഡ് ചെയ്തേക്കുക. അപ്പം അത് ചിലപ്പോൾ ചില ന്യൂസ് ആയിരിക്കാം, അല്ലെ ഒരു കാര്യം സംഭവിച്ചെന്നുള്ളതായിരിക്കാം. അപ്പം അത് കുറേ പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വർഗീയത ഉണർത്തുന്നതാവാം, ചിലപ്പം മറ്റുള്ളവൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതാകാം, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കാം. പക്ഷെ അതിപ്പോൾ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ആ ക്വിക്കായിട്ട് സെൻഡ് ചെയ്തേക്കുക, 10 പേരെ നമ്മൾ അറിയിക്കുക. അപ്പം നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് അങ്ങ് കരുതി അങ്ങ് സെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഫോർവേഡ് അങ്ങനെ ഇല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് മറ്റുള്ളവൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളൊരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഫാൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചില കൽപ്പനകളുടെ ലംഘനവും ഒരു തിന്മ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ അത് നമ്മളൊരു ഭാഗമാകുകയും ചെയ്യുന്നതുകൂടെ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഈശോ പറഞ്ഞു. അപ്പം നമ്മൾ ചില അസത്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായി മാറുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് സെൻഡ് ചെയ്യേണ്ടത്, ഫോർവേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് നമുക്ക് കിട്ടിയ ഫോർവേഡ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അത് സെൻഡ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ, ഞാനിത് സെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റിലയബിലിറ്റി, വിശ്വസനീയതയുണ്ടോ, റിലയബിൾ ആണോ, ഇത് വിശ്വസനീയമാണോ, ഇതെനിക്ക് അറിയത്തില്ല, പിന്നെ ഞാൻ ലീവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അത് ഞാൻ ആ ഫോണിൽ പോലും ഇടേണ്ട കാര്യമില്ല. സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, അതായത് നമുക്കിപ്പം കണക്ഷൻ ഉണ്ടാവും, ഒരു കോണ്ടാക്ട് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവര് നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു 5-6 പേരെ കേട്ടിട്ടുണ്ടാവും. ആ ആള് രാവിലെ മുതൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അയച്ചുകൊണ്ടിരിക്കും. അത് വളരെ ലോ ലെവലിലുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രീതിയിലുള്ള റീൽസ് ഒക്കെ അയക്കുമ്പം നമുക്കത് സഹിക്കാൻ, അതായത് നമ്മൾ അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ടാവും, എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവും ഒരു ബൗണ്ടറി. അതിനപ്പുറം റീൽസ് ഒക്കെ വിടുമ്പം നമുക്കത് ഇമോഷണലി നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും അങ്ങനെ കിട്ടുന്ന ഒരാൾക്കത് ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും. ഇപ്പൊ ചിലപ്പോൾ നമ്മളെ ഇമോഷണലി നമ്മളെ സാഡ് ആക്കുന്ന, വേദനിപ്പിക്കുന്ന ഇൻഫർമേഷൻസ് പോലും നമ്മൾ മറ്റുള്ള ഒത്തിരി പേർക്ക് അയക്കേണ്ട കാര്യമില്ല. ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പണ്ട് നടന്ന ഒരു ആക്സിഡന്റിന്റെ കാര്യമായിരിക്കും, അല്ലെ പണ്ട് നടന്ന ഒരു ന്യൂസ് ആയിരിക്കാം, അതിങ്ങനെ ഫോർവേഡ് ചെയ്ത് മെനി ടൈംസ് എന്ന് പറഞ്ഞു വരുക. അപ്പൊ അത് കുറെ കാലമായിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു തമാശ ആയിരിക്കാം, പക്ഷെ ആ തമാശ എല്ലാവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാകണമെന്നില്ല. പക്ഷെ അത് നമ്മൾ എല്ലാവർക്കും ഈ സെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അത് സന്തോഷമല്ല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇനി കപ്പിൾസിന്റെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ ഒരു ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നുണ്ട്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം അത് എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കും, ചോദിക്കും. പിന്നെ നമ്മളുടെ ക്യൂരിയോസിറ്റി വലിയൊരു പ്രശ്നമാണ്. നമുക്കൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അതെന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടേ നമുക്ക് സമാധാനമുള്ളൂ. നമ്മൾ ആ ഗ്രാറ്റിഫിക്കേഷൻ, അത് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാലും അവിടെ ആത്മസംയമനത്തോടെ വെക്കാൻ പറ്റില്ല. അത് നമ്മൾ അറിയിക്കും, അത് പറയും. ഇപ്പം മിക്കവർക്കും കുടുംബ ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പിൽ തന്നെ, അല്ലേ? എല്ലായിടത്തും അത് സ്പ്രെഡ് ആവും. ഇനി ഈ പറഞ്ഞ ഇൻഫർമേഷൻ, പണ്ട് നമ്മൾ ഒരു കളി കളിക്കുമായിരുന്നു, ഒരു റൗണ്ടിൽ ഒരു 10 പേരെ നിർത്തിയിട്ട് ഒരാളുടെ ചെവിയിൽ ഒരു കാര്യം പറയും, പിന്നെ അവസാനം വരുന്ന ആള് ആകുമ്പോഴത്തേന് ആ ഇൻഫർമേഷൻ എത്രമാത്രം ട്വിസ്റ്റഡ് ആകും, ആ പറഞ്ഞ കാര്യത്തിൽ എത്രമാത്രം വാസ്തവികത ഉണ്ടാകും, സത്യം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം.
എന്ന് പറഞ്ഞതുപോലെ ഇത് പലരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് എത്തുമ്പോൾ വളരെയധികം ട്വിസ്റ്റ് ചെയ്ത സത്യമായിട്ട് യാതൊരു ഇതും ഇല്ലാത്ത രീതിയിലൊക്കെ പോകാറുണ്ട്. അത് കപ്പിൾസിൻ്റെ ഒക്കെ ഇടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും അത് ആ ഉണ്ടായ മുറിവിനെ ആഴപ്പെടുത്തുകയും അഗ്ലിയാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റൊരാള് ദൈവത്തിന്റെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. മറ്റൊരാളെ കളിയാക്കാനും മറ്റൊരാളെ വിമർശിക്കാനും നമുക്ക് എന്ത് റൈറ്റ് എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിൽ പോലും അവർക്ക് അടിയിൽ വരുന്ന കമന്റുകളെ അങ്ങനെയുള്ള ഒരുപാട് ട്രോമകളും ബുള്ളിങ്ങും നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണെങ്കിലും എല്ലാ ചാനലുകളിലൊക്കെ വരുന്ന ന്യൂസുകൾ, അതിന് താഴെ വരുന്ന കമന്റ്സ്, ഇനി ഒരു വചനം പ്രഘോഷിക്കുന്ന ഒരു ഭാഗത്ത് കോണ്ടസ്റ്റ് ഇല്ലാതെ അതെടുത്തിട്ട് അത് മാത്രം പറയുക, അതെ മറ്റുള്ളവരെ തേജോവധം ചെയ്യുക, അതെല്ലാം ഇന്ന് വളരെ ഒരു ലാഘവബുദ്ധിയോടെ അത് ചെയ്യുന്നു. മാത്രമല്ല ഈ കമന്റ്സ് കണ്ടിട്ടാണ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരാള് ആ ഒരു വീഡിയോനെ വിലയിരുത്തുന്നത്. ഈവൻ ഇപ്പം നമ്മൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഇതിനടിയിൽ എങ്ങനെയായിരിക്കും കമന്റ്സ് പോയി വായിക്കും. എന്നിട്ടാണ് ഇത് ഇങ്ങനെയാണ്, ആ ഭൂരിഭാഗം കമന്റ്സിനനുസരിച്ചായിരിക്കും നമ്മൾ ആ വീഡിയോ വിലയിരുത്തുന്നത്. അപ്പൊ നമ്മുടെ പല അഗ്രഷനും പുറത്ത് കാണിക്കുന്നത് അത് പാസീവായിട്ടുള്ള അഗ്രഷനും ഉണ്ട്, അല്ലാതെ ഉണ്ട്. അത് നമ്മുടെ വെർബൽ അബ്യൂസ് ആയിട്ടും എത്രമാത്രം ചീത്ത പറഞ്ഞും കുറ്റപ്പെടുത്തിയും നമുക്ക് ആ ഒരു വ്യക്തിഹത്യ എന്ന് തന്നെ പറയാം. അത് നമ്മുടെ കൽപ്പനയിൽ കൊല്ലരുതെന്നുള്ള ഒരു കൽപ്പനയുടെ ലംഘനം തന്നെയാണ്. അവന്റെ ഒരു കാരണവും ഇല്ലാതെയും അല്ലെ ഒരു പ്രത്യേക പർപ്പസിന് ഒരു ലക്ഷ്യം വെച്ച് ഒരു വ്യക്തിയെ അല്ലെ ഒരു സ്ഥാപനത്തെ അല്ലെ ഒരു കൂട്ടത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ന് ഈ മീഡിയകൾ, ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാകുന്നതാണ് ഈ ഫോൾസ് ന്യൂസ്, ഫേക്ക് അല്ലെങ്കിൽ റിലയബിലിറ്റി ഇല്ലാത്ത, ട്രസ്റ്റ് വർത്തി അല്ലാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒന്നും ധാരണകൾ ഉണ്ടാവത്തില്ല. അവരും ഇത് ചിലപ്പോൾ കണ്ട് വിശ്വസിക്കും. അവരുടെ ആ ചെറുപ്പകാലത്തെ കുഞ്ഞു ബ്രെയിനിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അത് പതിരേതാണ് കളയേതാണെന്ന് മനസ്സിലാകാത്ത പ്രായത്തിൽ അതൊക്കെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവര് വിശ്വസിച്ച് വെക്കുന്ന ചില കാര്യങ്ങളില്, ബിലീഫ്സിലൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. സിസ്റ്ററെ, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ നമുക്കതിൽ നിന്ന് ഒഴിവാക്കാനേ ആവില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു ട്രെൻഡാണ്, പല വീടുകളിലും ഇങ്ങനെ ചവറുപോലെ വീട്ടിലേക്ക് ഇങ്ങനെ ഓൺലൈൻ സാധനങ്ങൾ വരാറുണ്ട്. ഇനി ഈവൻ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ഐഫോൺ അത് വാങ്ങി, ഇതെങ്ങനെയാ വാങ്ങുന്നത്? EMI ആയിരിക്കും. അതായത് ഓൺലൈൻ സംവിധാനങ്ങളുടെ ഒരു ട്രെൻഡാണത്. അപ്പൊ അതിനെ കുറ്റം പറയല്ല, പക്ഷെ ഓൺലൈനിലൂടെ നമുക്ക് എന്തും വാങ്ങാം. അതിനിപ്പോ പണം പോലും വേണം എന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പണം വേണമെന്നില്ലെന്നല്ല, ആ പണം അതൊരു ട്രിക്കി മെത്തേഡാണല്ലോ. തവണകളായിട്ട് അടയ്ച്ചാലും നമുക്കത് അത്യാവശ്യമുള്ളതാണോ അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ആ ബൈയിങ്ങിലൂടെ കിട്ടുന്ന, അല്ലെ നമുക്ക് ആ സാധനം കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തെയാണ് നമ്മൾ വില കൊടുക്കുന്നത്, അല്ലേ? ആ സന്തോഷമുണ്ട്. അതേസമയം ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അതോ എനിക്ക് അത്യാവശ്യമാണോ? നീഡും വാണ്ടും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? നമുക്ക് അത്യാവശ്യമുള്ളതാണ്, നമുക്ക് ഉപയോഗിക്കേണ്ടതാണോ? ഇനിയും അത് ലിനറ്റ് പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഇങ്ങനെ ഹോർഡിങ് ഡിസോർഡർ ഉണ്ട്. ഹോർഡിങ് ഡിസോർഡർ എന്നാ കിട്ടിയാലും നമ്മൾ കൊണ്ടേ സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഒരു മുട്ടുസൂചി കിട്ടിയാലും നമ്മൾ സൂക്ഷിച്ചു വെക്കും, ആണി കിട്ടിയാലും എടുത്ത് വെക്കും. ക്രെഡിറ്റ് കാർഡുള്ള ഒരാൾ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ബൈ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരാൾക്ക് ഹോർഡിങ് ഡിസോർഡർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രമാത്രം സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം വാങ്ങിച്ചു കൂട്ടുക, അതൊട്ടും ഉപയോഗിക്കാതെ വെക്കുക, അതൊരു ഡിസോർഡർ ആണെന്ന് പറയാം. ഇനി വേറൊരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസന്റെ ഒരു കൾച്ചറാണല്ലോ എല്ലാവർക്കും ഉള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന മൂവീസ് അല്ലെങ്കിൽ സീരിയലുകൾ അല്ലെ അവിടെയൊക്കെ കാണുന്ന അല്ലെ ഡ്രസ്സുകൾ പോലും ഇപ്പം പുതിയ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ആവശ്യത്തിന് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഫാഷൻ ആ സമയത്ത് ഈ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ അല്ലെ ഞാൻ ഫിറ്റ് ആവത്തില്ലെന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ വാങ്ങിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതികൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഉണ്ട്. പിന്നെ നമ്മുടെ വരവ് അറിയാതെയുള്ള ചെലവ്, അതായത് നമുക്കിത് ആവശ്യമല്ലെങ്കിൽ ഇത് വാങ്ങിക്കുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താലും ഈ പണം, പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രെസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യണം, ഈ പൈസ ഉണ്ടാകണം. അപ്പോൾ ആ സ്ട്രെസ് കൂടുതലാകുമ്പം ആങ്കർ ഉണ്ടാകാം, ആങ്കർ ഔട്ട്ബേസ്റ്റ് ഉണ്ടാകാം. അത് വിവാഹത്തിലെ പങ്കാളിയെ ബാധിക്കാം, കുട്ടികളെ ബാധിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയില്ലെന്ന് വരും. പിന്നെ ആ ഇത് വീട്ടാനുള്ള സ്ട്രെസ് പല രീതിയിലുണ്ടാകാം. അപ്പം ഇതൊന്നും മുൻകൂട്ടി കാണാതെ ഉള്ള ഒരു അതിന് പറയുന്നത് എന്താ, ഒരു
ഒബ്സഷനും ഒരു കമ്പൽഷനും തന്നെയാണ്. കമ്പൾസീവ് നേച്ചർ ആണല്ലോ ഈ ബൈയിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. എനിക്ക് ഈ കമ്പൽഷൻ വരുമോ ഇത് വാങ്ങിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ചില ചൈൽഡ്ഹുഡ് വൂണ്ടുകൾ, ഒരു കുട്ടി അവളുടെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ വീട്ടിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ അവസ്ഥ, അതായത് അപ്പൻ ആൽക്കഹോളിക്കാണ്, അമ്മ ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു അമ്മ, അവളുടെ ഇളയ ബ്രദേഴ്സ് ഉണ്ട്, ഇളയതാ, ഇവളാണ് മൂത്ത കുട്ടി. അപ്പോൾ ആ കൗമാര കാലഘട്ടത്തിൽ അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പ് ഒരു സ്ലിപ്പറാണ് അവൾ പറഞ്ഞതനുസരിച്ച്. അപ്പോൾ ആ സ്ലിപ്പർ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയപ്പോൾ സേഫ്റ്റി പിന്നൊക്കെ കുത്തി വെച്ച് മറ്റുള്ളവർ കാണാതെ ആ പിന്ന് കുത്തിയത് ഷെയ്മ. അപ്പൊ ചെരുപ്പില്ലാതെ പോകുന്നത് ഷെയ്മ. അപ്പൊ ആ ഒരു നീഡിനെ വീട്ടുകാർ മനസ്സിലാക്കാതെയും മേടിക്കാൻ പൈസ ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു മുറിവേറ്റ വേദനയുണ്ട്. അല്ലെ ആ ഷെയ്മിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അവൾ പണിപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതൊരു ആന്തരിക മുറിവാണല്ലോ, അല്ലെ ഒരു ട്രോമയാണെന്ന് പറയും. അപ്പൊ ആ പിന്ന് കൊണ്ട് കാലിൽ നിന്ന് രക്തമൊക്കെ വന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി പിന്നീട് ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവളുടെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നത് ലേറ്റർ ഓൺ ലൈഫിൽ അവൾ ചെരുപ്പുകൾ വാങ്ങിച്ചു കൂട്ടുക. അപ്പൊ നമുക്ക് ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇല്ലാതെ വേദനിച്ചത്, നമ്മൾ മുറിവേറ്റത്, നമുക്ക് ഷെയിമായ ഒരു കാര്യം വീണ്ടും നമ്മൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊരു ചെരുപ്പിന്റെ കാര്യം മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ ഡ്രസ്സുകളായിരിക്കാം നമ്മൾ വാങ്ങിച്ച് നമുക്കില്ലാത്ത ഒരു സാധനം നമ്മൾ പിന്നീട് കൂടുതൽ വാങ്ങിച്ച് കൂട്ടുക. നമ്മുടെ ഫിയറിനെ, നമ്മൾക്കൊരു ഭയം തലയിൽ ഓൾറെഡി വന്നു, നമുക്കിത് ഇല്ലാതെ പോയാൽ മറ്റുള്ളവർ കണ്ടാൽ ഷെയിമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് യുഎസിൽ ഏറ്റവും ക്ഷാമം വന്ന 2 കാര്യങ്ങളാണ്. ഹാൻഡ് സാനിറ്റൈസറിന് ക്ഷാമം ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ല. അപ്പൊ ഈ ഫിയർ കാരണം ഇവരിത് വാങ്ങിച്ചു കൂട്ടി വെച്ചു. ഇത് കിട്ടത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കടയിൽ ചെന്നാൽ കിട്ടത്തില്ലെങ്കിൽ ഒരു വർഷത്തേനുള്ളത് വാങ്ങിച്ചു വെച്ചു, സ്റ്റോർ ചെയ്തു. ഇപ്പൊ തന്നെ നമുക്ക് ഉള്ള ഒരു വിഷയമല്ലേ ഈ ഗ്യാസ് സിലിണ്ടർ. അപ്പൊ നമ്മുടെ ഉള്ളിൽ വരും ഇത് വാങ്ങിച്ചു വെക്കണം. നമ്മുടെ ഫിയർ കാരണം അത് ചെയ്യുന്നത്, അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ളത്, അത് ആ ഫിയർ കാരണം നമുക്ക് വരുക. അപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും ഈ ഓൺലൈനായിട്ട് പലത് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി, കമ്പൽഷൻ നമുക്ക് വരാം. അല്ലെ നമ്മുടെ അതിനെയൊക്കെ ഫിയറിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ബിഹേവിയർ വരുന്നത്. അതുപോലെ തന്നെ സിസ്റ്ററെ, സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ പോലും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ പ്ലീസിന് PLEZ, ഇപ്പൊ ഹലോ എന്നുള്ളതിന് HLO. ലെറ്റേഴ്സ് ഉറക്കേണ്ട ഒരു പ്രായം ഉണ്ടല്ലോ, ഒരു വേർഡിന്റെ ലെറ്റേഴ്സ് ഉറക്കേണ്ട ഒരു പ്രായം. ഇപ്പൊ കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവരും ഈ ടേംസിനോടായിരിക്കും പരിചയപ്പെടുന്നത്. അപ്പൊ അതെന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അഡൽസ് പോലും, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഈ അബ്രീവിയേഷൻസും ആക്രണിംസും ഒക്കെ ഉപയോഗിച്ചാണ് ടെക്സ്റ്റ് ചെയ്യാറ്. അപ്പൊ അതാണ് ഇപ്പൊ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് സ്ലാങ് ആയിട്ട് കൾച്ചർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്ന ആൾക്ക് വളരെ ടൈം സേവ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ടുള്ള അതിന് പ്രോസ് ആൻഡ് കോൺസ് ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ ഇതിനെല്ലാം. അപ്പൊ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ ഐക്യുവിന്റെ ലെവൽ ഒരുപോലെയല്ല, അല്ലെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഡിഫറെന്റ് ആയിരിക്കാം, ലേണിംഗ് സ്കിൽസ് വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാകുമ്പോൾ അത് പല കുട്ടികളുടെയും റൈറ്റിംഗ് സ്കിൽസിനെ ബാധിക്കാം. ചിലപ്പം ചിലർക്ക് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ പ്ലീസിന്റെ ഫുള്ള് സ്പെല്ലിംഗ് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്ന വരത്തില്ല. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് GUD എഴുതുമ്പോൾ ബാക്കി അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതിയാൽ അതിന് കോൺസിക്വൻസസ് ഇല്ലേ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടീച്ചർ മാർക്ക് കൊടുക്കും. ഇംഗ്ലീഷ് എക്സാമിന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ കൾച്ചറിൽ അതൊരു നോമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർനെറ്റ് സ്ലാങ് ഉപയോഗിക്കുന്നത് ഒരു നോമായിട്ട്, അപ്പൊ അത് കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മൾ അനുകരിക്കുന്ന സ്വഭാവമുണ്ട്. നമ്മൾ ഈ കൾച്ചറിൽ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കൗമാരക്കാരനും കൗമാരക്കാരി, അപ്പം ഇങ്ങോട്ട് അയക്കുമ്പോൾ ആ രീതിയിൽ തന്നെ തിരിച്ചയച്ചില്ലെങ്കിൽ അവിടെ ഫിറ്റിനല്ല. അപ്പൊ ഞാൻ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് പഠിക്കുക. അപ്പൊ അങ്ങനെ ഉള്ളിടത്തിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? എൻ്റെ അക്കാഡമിക് പെർഫോമൻസിനെ ഇത് ബാധിക്കുന്നതാണ്. എൻ്റെ സ്കിൽസ് അല്ലെ എൻ്റെ സ്പെല്ലിങ് ഞാൻ നന്നായിട്ട് അറിയാത്ത ഒരാളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു അവബോധം പേരൻസും ടീച്ചേഴ്സും കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ലേ? അപ്പൊ ഒരു വളർന്നു വരുന്ന കുട്ടി എന്ന നിലയിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒഴിവാക്കാനാവില്ല, മൊബൈൽ ഫോൺ നമുക്ക് ഒഴിവാക്കാനാവില്ല. ഒരു കുട്ടി ഈ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ അവനൊരു കൺട്രോൾ ഉണ്ടായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ അവനെ ഗൈഡ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ അവൻ എന്തൊക്കെയാണ്
അവൾ എന്തൊക്കെയാണ് ഇതിലൂടെ കാണുന്നത്, ഏതൊക്കെ സൈറ്റിലാണ് പോകുന്നത്, യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോസാണ് കാണുന്നത്, എന്തൊക്കെയാണ് കാണരുതാത്തതെന്ന് ഈ കുഞ്ഞിനെ മനസ്സിലാക്കുകയും ആ കുഞ്ഞിനെ എന്താ പറയണ്ടേ ഒബ്സർവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് എത്ര നേരം ഫോൺ ഉപയോഗിക്കണം, ബെഡ്റൂമിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു റൂള്. ഇനി പേരൻസ് ജോലി സംബന്ധമായിട്ട് ഉപയോഗിച്ചാൽ തന്നെ അത് കുട്ടിയോട് ജോലിയുടെ ഭാഗമായിട്ടാണെന്നും കോള് വരുന്നത് അറ്റൻഡ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അത് കുട്ടിക്ക് അറിയണം. അതുകൊണ്ടാണ് അപ്പൻ ഉപയോഗിക്കുന്നത്, അല്ല അമ്മ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഭക്ഷണ മുറിയില്ല, ഫോണില്ല, അവിടെ നമ്മൾ പരസ്പരം സംഭാഷിക്കേണ്ട, അല്ലെങ്കിൽ വിശേഷങ്ങൾ കേൾക്കേണ്ട, ഭക്ഷണത്തെക്കുറിച്ച് വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഭക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് ഉറക്കത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ഫോൺ കൊടുക്കാതിരിക്കുക. അത് നല്ല ഉറക്കത്തിന് സഹായിക്കത്തില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മെലറ്റോണിൻ എന്ന് പറയുന്ന ഉറക്കത്തിന് സഹായകരമാകുന്ന ഒരിത് വരത്തില്ല. ഈ സ്ക്രീനിൽ കൂടിയുള്ളത് കാണുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുക. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആര് സങ്കടപ്പെടേണ്ട, നിങ്ങൾ ഒറ്റയല്ല, നിങ്ങൾ ഏകനായിരിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ആര് നിങ്ങളെ മറന്നാലും, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും അവൻ നിങ്ങളുടെ ഒപ്പമായിരിക്കും. അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയിട്ട് ഇനിയും നമുക്കറിയാം. ഒപ്പത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.